നിരവധിയായ വിഷയങ്ങൾ പ്രഭാഷണം നടത്തിയിട്ടുള്ള വേദിയാണ് ഈ പുതുപ്പള്ളിയുടെ വേദി. പ്രത്യേകമായ വിഷയങ്ങളൊന്നും എന്നോട് പറഞ്ഞിട്ടുമില്ല. ശശികുമാർ സാർ നിർത്തിയെടുത്തു എന്ന് നമുക്ക് തുടങ്ങാം. അതായിരിക്കും കൂടുതൽ ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഭക്തി, വിശ്വാസം ഇവയെ ഇന്നും ആശങ്കയോടുകൂടി കാണുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ക്ഷേത്രത്തിലിരിക്കുന്നത് സാത്താനാണോ ദൈവമാണോ? നിങ്ങളോടാണ് ചോദ്യം. ക്ഷേത്രത്തിൽ ഇരിക്കുന്നത് സാത്താനാണോ ദൈവമാണോ? ആരാ? ദൈവം. പക്ഷേ നിങ്ങൾക്ക് ഭയമാണ് ക്ഷേത്രത്തിലേക്ക് പോയില്ലെങ്കിലും പോയാലും. ശരിയല്ലേ? അയ്യോ എനിക്കറിയത്തില്ല. ഇല്ല, എന്തൊരു വെപ്പാണില്ലേ? കാര്യം എന്താ? അപ്പോൾ നിങ്ങൾ ഭയക്കുന്നതാണ് ദൈവത്തെ, ഇല്ലേ? സാത്താനെ ഇഷ്ടവുമാണില്ല, അത് കുഴപ്പമില്ല. ഇച്ചിരിയൊക്കെ തട്ടിയും മുട്ടിയാലും സാത്താൻ അങ്ങ് സഹിച്ചോളും. പക്ഷേ ദൈവത്തിനെ ഭയക്കാനുള്ളതല്ല ദൈവം. നമ്മളെ സ്നേഹിക്കുവാൻ, അല്ലേ? നമുക്ക് ആരാധിക്കുവാൻ, നമ്മുടെ മനസ്സിന് ശാന്തി ഉണ്ടാക്കുവാൻ ഉള്ളതാണ് ഈശ്വരൻ. പക്ഷേ നമ്മളെല്ലാവരും ഈശ്വരനെ കാണാൻ വേണ്ടി ഓടി നടക്കുക. കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. ആ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. എപ്പോൾ കിട്ടും? ഇപ്പം കിട്ടും. അതാണിപ്പോൾ ഇവിടെ പറഞ്ഞത് ധർമ്മശാസ്താവിൻ്റെ. അപ്പം ധർമ്മശാസ്താവിനെ പറഞ്ഞപ്പോൾ എനിക്ക് ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവം പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ ഒരിക്കൽ ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ സപ്താഹ വേദിയിലേക്ക് പോയി. സപ്താഹമാണ് കേട്ടോ. സപ്താഹം 18ാമത്തെ പുരാണമായ ശ്രീകൃഷ്ണന്റെ പുരാണമാണ്, ചരിതമാണ് സപ്താഹം. ഈ സപ്താഹ വേദിയിലേക്ക് കടന്നു ചെന്നപ്പോൾ അത് ഒരു നായർ സർവീസ് സൊസൈറ്റിയുടെ തന്നെ. ജാതി പറയാമെന്നൊന്നും ചിന്തിക്കേണ്ട. ഉള്ള കാര്യം വിളിച്ചു പറയുമ്പോൾ അതിനെ നിങ്ങൾ അങ്ങനെയൊന്നും കാണണ്ട. കാരണം ഇത് പറയുന്നത് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞതുപോലെ നാം ജാതി പറയുന്നത് ജാതി ഉണ്ടാക്കാനല്ല, ജാതി ഇല്ലാതാക്കാനാ. അതുകൊണ്ടാണല്ലോ ഇവിടെ തിരുമേനിയുടെയും ശാന്തിയുടെയും കഥ പോലും പറഞ്ഞത്. കാരണം എന്താ? ഇന്നും നമ്മളുടെ നാവിൽ നിന്ന് അറിയാതെ വന്നു പോകുന്ന വിവേചനത്തെ ഇനിയും മാറ്റണം. ഇവിടെ ശബ്ദിക്കാതിരുന്നിട്ട് കാര്യമില്ല. ഇങ്ങനെ ശബ്ദിക്കുമ്പോൾ നമ്മൾ വർഗീയവാദി എന്ന് പറയുന്നവരാണ് വർഗീയവാദികൾ. മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും വിവിധ തലങ്ങളിൽ വന്ന്, വിവിധ സ്ഥലങ്ങളിൽ വന്ന്, വിവിധ വേദികളിൽ വന്ന് പ്രസംഗിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ജാതി കോമരങ്ങൾ. നമ്മൾ പറയുന്നത് എന്താ? ഗുരുദർശനമാ, ജാതി ഇല്ലാതാക്കാനാ. അങ്ങനെ നടക്കുന്ന നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ അറിയുവോ? അപ്പോൾ വേദി നല്ല അലങ്കൃതമായ വേദി. ആ വേദിക്കുള്ളിൽ കമനീയമായ ശ്രീകൃഷ്ണ വിഗ്രഹം വെച്ച് വിളക്ക് കൊളുത്തിയിരിക്കുന്നു. ഞാൻ അവിടെ വഴിയെ ചെല്ലുമ്പോൾ വണ്ടിയിൽ ഇരുന്ന് കേട്ടു ആചാര്യൻ്റെ പ്രഭാഷണം. ആചാര്യൻ ഒരു വർമ്മയാണ്. ഏത് വർമ്മ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇച്ചിരി കൂടിയ ഇനമാണെന്ന് അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഞാനിത് പറയും കാരണം എനിക്കുണ്ടായ മനോവേദന അത്തരത്തിലാണ്. ഈ ശ്രീനാരായണ ദർശനം പകരുവാനും ജാതി മത ചിന്താക്കൾക്ക് അതീതമായി പ്രവർത്തിക്കാനും ആഗ്രഹിച്ച് എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ SNDP യോഗത്തിൻ്റെ ഇത്തരത്തിലുള്ള സേവക കസേരകളിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവം ഇതാണെങ്കിൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ ആ വേദിയിലേക്ക് ചെന്നോ. ആ കരയോഗത്തിൻ്റെ ആളുകൾ എന്നെ സ്വീകരിച്ചു. അവരെന്നോട് യാതൊരു വിവേചനവും കാണിച്ചില്ല. പക്ഷേ ആയിരുന്ന ആചാര്യൻ ഞാനൊന്ന് നമസ്തേ പറഞ്ഞിട്ട് തിരിച്ച് നമസ്തേ പറയുവാൻ തയ്യാറായില്ല. അതെനിക്ക് വിഷമമുണ്ടാക്കി. കാരണം ഈ ആചാര്യൻ വിചാരിച്ചത് ഭാഗവതം ഒന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള സാധനം അല്ലല്ലോ. കാരണം വേദം പഠിക്കാൻ പോയപ്പോൾ ചെവിയിലേക്ക് ആ തീയെ ഉരുക്കി ഒഴിച്ചതല്ലേ. അപ്പോൾ വേദാന്ത സത്തൊന്നും അറിയില്ല എന്ന വിചാരം കൊണ്ടായിരിക്കാം നമസ്തേ പറഞ്ഞിട്ട് ഇവൻ്റെ മുന്നിൽ തൊഴണോ എന്ന് വിചാരിച്ച് അദ്ദേഹം നമസ്തേ പറയായിരുന്നത്. എനിക്കിപ്പോൾ ഒരു വിഷമം തോന്നിയോണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. കാര്യം എന്താണെന്നറിയാവോ? ഞാൻ ഇവിടെ നമസ്തേ പറഞ്ഞിട്ട് നിങ്ങളെല്ലാം കയ്യും കെട്ടി നോക്കിയിരിക്കുക. 32ാമത്തെ സപ്താഹം പോട്ടെ, ദർശനോത്സവ വേദിയാ. ഈ നമസ്തേ എന്ന വാക്കിൻ്റെ അർത്ഥം പഠിച്ചില്ലെങ്കിൽ നാണക്കേടാ. ഒന്ന് ഓർത്ത് നോക്കിക്കേ. എന്താ ഈ നമസ്തേ എന്ന് പറഞ്ഞ? പിന്നെ ഞാൻ മാലയിട്ട് ഷാളും ഒക്കെ ഇട്ടിരിക്കുമ്പോൾ അവൻ്റെ മുന്നിൽ തൊഴാൻ പോവല്ലേ, അവൻ്റെ മുന്നിൽ താഴാൻ പോവല്ലേ? ഇതാ ചിന്ത. അവിടെ കെട്ടി ശബരിമലയ്ക്ക് പോയപ്പം പോയതും വന്നതും നിന്നതും എല്ലാം ആരായിരുന്നു? സ്വാമി, ഇല്ലേ? കഴുതയും സ്വാമി, ശരിയാണോ? പുലിയും സ്വാമി, പുലിസ്വാമി എന്ന് വേണേ വിളിച്ചു കളയും, ശരിയല്ലേ? അപ്പോൾ വന്നതും പോയതും നിന്നതും എല്ലാം സ്വാമി. അവിടെ എഴുതി വെച്ചിരിക്കുന്നു തത്വം അസി, അത് നീയാകുന്നു, ഇല്ലേ? ഇരിക്കുന്നതും സ്വാമി, നാമും സ്വാമി എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ സത്താണ്. തത്വം അസി അഹം ബ്രഹ്മാസി, ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു. ഞാനും നീയും രണ്ടല്ല, ഒന്നാകുന്നു ഈ ബോധം. അപ്പോൾ ഈ ആചാര്യൻ
വേദവ്യാസ മഹാമുനി ചമച്ച 18ാമത്തെ പുരാണത്തെ, വേദത്തിൻ്റെ സത്യയെ ഈ മനുഷ്യർക്ക് പകർന്നു നൽകാൻ വന്ന ആ ആചാര്യനെ നോക്കി ഒന്ന് നമിച്ചിട്ട് തിരിച്ച് നമസ്കരിച്ചില്ലെങ്കിൽ എത്ര വലിയ വർമ്മയാണെങ്കിലും നമുക്ക് വിഷമുണ്ടാകാതിരിക്കുമോ? എന്തായാലും ഞാൻ ആ വേദിക്കുള്ളിൽ അലങ്കൃതമായിരിക്കുന്ന ആ ശിലാവിഗ്രഹം, കൃഷ്ണൻ്റെ ഓടക്കുഴലിൽ PPP ഓതി നിൽക്കുന്ന ശിലാവിഗ്രഹത്തെ കണ്ട് ഞാനൊന്ന് തൊഴുതി. കൃഷ്ണൻ എന്തായാലും കൈയെടുത്ത് തൊഴുതില്ല, കാരണം അത് ശിലയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ ഇരുന്ന ആചാര്യൻ ശിലയായിരുന്നില്ല, അത് ജീവനുള്ള വസ്തുവായിരുന്നു. പക്ഷേ അദ്ദേഹവും തൊഴാൻ മനസ്സ് കാണിച്ചില്ല. എന്തായാലും ഈ കാണുന്നത് വിളിച്ചു പറയുന്നത് ഈ അധ്യാപകരുടെ ഒരു ദുശീലമായതുകൊണ്ടാവാം. ഞാൻ മൈക്കിൻ്റെ മുന്നിലേക്ക് വന്നു. ഞാൻ വേറൊന്നും പറഞ്ഞില്ല, ഗുരുധ്യാനം ഒന്ന് ചൊല്ലി. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. അദ്ദേഹം നോക്കുന്നില്ല, ഞാൻ അദ്ദേഹത്തെ ഏറുകണ്ടിട്ട് നോക്കുന്നുണ്ട്. അദ്ദേഹം കിഴപ്പോട്ടും കുനിഞ്ഞിരിക്കുക. എന്നിട്ടും വീണ്ടും ഞാൻ രണ്ടാമത് ചൊല്ലി. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായിരുന്ന പരമാചാര്യ രൂപഹരിനാരായണായ നമോ. ഞാൻ നോക്കിയപ്പോൾ ആചാര്യൻ കണ്ണിട്ട് നോക്കാൻ തുടങ്ങി. എടാ, ഇവൻ SNDP-കാരൻ വന്നിട്ട് ഇതെന്താ ഇങ്ങനെ എന്ന് കണ്ടിട്ടായിരിക്കാം, എന്തുമാവട്ടെ. രണ്ടാമത്തെ വരി വീണ്ടും ചൊല്ലി. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നോ കണ്ടളവിനുണ്ടായൊരിണ്ടൽ ബദ മിണ്ടാവതല്ല മമ പണ്ടേ കണക്കു വരുവാൻ. ഞാൻ നിർത്തിക്കളഞ്ഞു. കണ്ടോ, നോക്കി കണ്ടോ, നിർത്തിയപ്പോൾ നോക്കി കണ്ടോ. തെറ്റുപറ്റാൻ നോക്കിയിരിക്കുക നമ്മൾ മറ്റുള്ളവർക്ക്. മനസ്സിലായോ? ശരി പറഞ്ഞാൽ നോക്കത്തില്ല, തെറ്റുപറ്റുമ്പോഴേ നോക്കൂ. ഞാൻ നിർത്തിയതും ആചാര്യൻ ഇങ്ങനെ എന്നെ നോക്കി. ഈ ഇരിക്കുന്ന ഫ്രണ്ടിലിരിക്കുന്ന സവർണ അമ്മമാരെല്ലാം എന്നെ നോക്കി. ക്ഷേത്രമതായതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ, നമ്മൾ അവർണരാണല്ലോ. അപ്പോൾ ഫ്രണ്ടിലിരുന്ന സവർണ അമ്മമാരും സഹോദരിമാരും എല്ലാം എന്നെ നോക്കി. തെറ്റുപറ്റിയതായിരിക്കുമെന്ന് വിചാരിച്ചാണ് നോക്കിയത്. എല്ലാവരും നോക്കിയപ്പോൾ ഞാൻ മൂന്നാമത്തെ വരി ചൊല്ലി. എന്താ മൂന്നാമത്തെ വരി? അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിലാധിമമായ ഒരാത്മരൂപം. ഇവര് കണ്ണും തള്ളി നിൽക്കുക, ഇതെന്നതാ ഈ ചൊല്ലുന്നത്? അപ്പോൾ ആചാര്യൻ സൂക്ഷിച്ചു നോക്കി. ഞാൻ പറഞ്ഞു, ഹരിനാമകീർത്തനം ചൊല്ലുന്ന സഹോദരിമാരെ, ആദ്യത്തെ ഒരു വരി ചൊല്ലിയപ്പോൾ നിങ്ങളുടെ വായനങ്ങുന്നത് ഞാൻ കണ്ടു. ഇവിടെയും പലരുടെയും ചുണ്ടനങ്ങുന്നത് ഞാൻ കണ്ടു കേട്ടോ. രണ്ടാമത്തെ വരി ചൊല്ലിയപ്പോൾ ചുണ്ടനങ്ങിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഞാൻ നിർത്തിയപ്പോഴും നിങ്ങളുടെ ചുണ്ടനങ്ങി, പക്ഷേ നിങ്ങൾ കണ്ണ് തള്ളി നോക്കി. പക്ഷേ മൂന്നാമത്തെ വരി ചൊല്ലിയപ്പോൾ ഒരാളുടെയും ചുണ്ടനങ്ങിയില്ല. അങ്ങനെ ചുണ്ടനങ്ങാതിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മൂന്നാമത് ചൊല്ലിയത് ഹരിനാമകീർത്തനത്തിലെ മൂന്നാമത്തെ വരിയല്ല, ശ്രീനാരായണ ഗുരുതൃപാദങ്ങൾ രചിച്ച ആത്മോപദേശ ശതകത്തിലെ വരികളാണ്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പുറകിൽ നിന്ന് കയ്യടി കേട്ടു. അപ്പം എനിക്ക് മനസ്സിലായി, സവർണര് മാത്രമല്ല അവർണരും ആ വേദിയിലുണ്ട് എന്ന് മനസ്സിലായി. കയ്യടി വന്നത് പുറകിൽ നിന്നായിരുന്നേ. പിന്നാക്കക്കാരാണല്ലോ, പിന്നിലല്ലേ ഇരിക്കൂ. ഫ്രണ്ടിൽ കണ്ടോ കസേര കിടക്കുന്ന, എന്നാലും നമ്മൾ എവിടെ ഇരിക്കൂ? അപ്പം പിന്നിൽ, അത് നമ്മുടെ ഒരു ശീലമാണ്. അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ പറഞ്ഞു തുടങ്ങി, അമ്മമാരെ സഹോദരിമാരെ, നിങ്ങൾ ആദ്യം ചൊല്ലിയ വരിയുടെ അർത്ഥമൊന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഓങ്കാരമായ പൊരുൾ. അപ്പോൾ ഓംകാരം എന്താണെന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു. മൂന്നായി പിരിഞ്ഞു. എന്താ ഈ മൂന്നായി പിരിഞ്ഞത്? എന്താണ്? സത്വഗുണം, തമോ ഗുണം, രജോ ഗുണം, ത്രിഗുണങ്ങളായി പിരിഞ്ഞു. സ്ത്രീ എന്ന വാക്ക് തന്നെ ഉണ്ടായത് എങ്ങനാ? സാത്വികം, തമോ ഗുണം, രജോ ഗുണം. 3 വാക്കുകളുടെ ആദ്യാക്ഷരങ്ങൾ ചേർന്നാൽ എന്ത് കിട്ടും? സാധാരണ സ്ത്രീ എന്ന വാക്ക് കിട്ടും. എന്നിട്ട് ഞാൻ പറഞ്ഞു, മൂന്നായി പിരിഞ്ഞപ്പോൾ അതിൽ നിന്ന് എന്തുണ്ടായി? അഹങ്കാരമുണ്ടായി. അതിന് താൻ തന്നെ ആടോ നാരായണ സാക്ഷി. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി ബോധം വരുത്തിത്താ നാരായണ എന്നാണ് ആദ്യത്തെ വരി. പിടി കിട്ടിയോ? ചുമ്മാ കമന്ന് കിടന്ന് ചൊല്ലിയിട്ട് ഒരു കാര്യമില്ല. ബോധം വരാനുള്ളതാണ് ഈ പ്രാർത്ഥനകളെ. ഗുരുവിൻ്റെ കൃതികൾ ചൊല്ലുമ്പോഴും മനുഷ്യന് ബോധം വരാനുള്ളതാ. അല്ലാതെ അയ്യോ കീർത്തനം ചൊല്ലിയിട്ട് ലോട്ടറി അടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ ലോട്ടറി അടിക്കാൻ പ്രാർത്ഥിക്കുന്നവരാ, ശരിയല്ലേ? ഇതല്ല പ്രാർത്ഥന.